നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രപഞ്ചത്തിൻ്റെ ചലനാത്മകതയും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സ്പന്ദനങ്ങളും നമ്മുടെ ഭൂമിയിൽ ഓരോ ജീവനിലും എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്ന് കൃത്യമായി വിശകലനം ചെയ്യുകയാണ് ഓരോ അധ്യായത്തിലൂടെ. നമ്മൾ ജീവിക്കുന്ന ഒരു ഭൂമിയുണ്ടല്ലോ, ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു ഗ്രഹമല്ല, മറിച്ച് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു എന്നിവ അടങ്ങുന്ന, അതായത് നവഗ്രഹങ്ങളുടെ ഊർജ വലയത്തിൽ നിലകൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ പരമ്പരാഗത ജ്യോതിഷ ഗ്രന്ഥങ്ങളായ വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകം, പരാശര ഹോരശാസ്ത്രം, അതേപോലെ നമ്മുടെ ആധികാരിക പഞ്ചാംഗ ഗണിതങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും നിങ്ങളിലേക്ക് ഓരോ അധ്യായത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ നാളത്തെ ദിവസഫലത്തിലേക്ക് കടക്കുമ്പോൾ, നാളെ 2026 ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ചയാണ്. ജ്യോതിഷപരമായ അതീവ പ്രാധാന്യമുള്ളതാണ് നാളത്തെ ദിവസം. നാളത്തെ ദിവസമെന്നല്ല, ഓരോ ദിവസവും ഗ്രഹവിന്യാസങ്ങൾ ഓരോ വിധത്തിലുള്ള മാറ്റങ്ങളെ നമ്മളിലേക്ക് എത്തിക്കും. അതേപോലെ നാളത്തെ ദിവസവും ആകാശത്ത് നാളെ ഒരു അപൂർവ ഗ്രഹക്കൂട്ടം സംഭവിക്കുന്നുണ്ട്, ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നുണ്ട്. അതായത് ഉച്ചസ്ഥിതിയിലുള്ള ചന്ദ്രൻ്റെ പ്രഭാവം ദൃശ്യമാകും. ഇത് ഭൂമിയിൽ പൊതുവായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മനുഷ്യ മനസ്സിനെ എങ്ങനെയായിരിക്കും ഈ പ്രഭാവം ബാധിക്കുന്നത്? ഇതിനു പുറമെയായിട്ട് 12 രാശികളിലായി ജനിച്ച് ജീവിക്കുന്ന 27 നക്ഷത്രക്കാർക്കും അതിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നാളത്തെ ദിവസം വന്നു ചേരുന്നതൊക്കെ ഈ അധ്യായത്തിൽ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാം. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ഉദയതിഥിയും നക്ഷത്രവും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, വിതയ്ക്കും മുൻപ് മണ്ണറിയണം എന്ന് ഒരു ചൊല്ല് മുതിർന്നവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കാരണം എന്താണ്? അതായത് ഓരോ ദിവസവും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ദിവസത്തിൻ്റെ ബലം എങ്ങനെയാണെന്ന്, ജ്യോതിഷപരമായി ഗ്രഹവിന്യാസം നിമിത്തം ഉണ്ടാകുന്ന ബലം എങ്ങനെയാണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഓഗസ്റ്റ് 7 2026 വെള്ളിയാഴ്ചയാണ്. ശ്രാവണമാസം കൃഷ്ണപക്ഷം. നാളെ വൈകുന്നേരം 4:37 വരെ കൃഷ്ണപക്ഷ നവമി തിഥിയാണ്. അതിനുശേഷം ദശമി തിഥി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഏറ്റവും വലിയ പ്രത്യേകത നക്ഷത്രമാറ്റമാണ്. അതായത് നാളെ വൈകുന്നേരം 6:42 വരെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നത് സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രമായിരിക്കും. വൈകുന്നേരം 6:42 കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിലേക്കുള്ള ചന്ദ്രൻ്റെ പ്രവേശനം ആരംഭിക്കും. അപ്പോൾ നാളെ പകൽ 2 യോഗങ്ങളാണ് രൂപം കൊള്ളുന്നത്. 12:09 വരെ വൃദ്ധിയോഗമാണ്, അതിനുശേഷം ധ്രുവയോഗവും. അപ്പോൾ ഇത് കാര്യവിജയത്തിന് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന 2 യോഗങ്ങളാണ് നാളത്തെ ദിവസം സംഭവിക്കുന്നത്. ഇനി ആകാശത്തെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ ഗ്രഹവിന്യാസം നമുക്കൊന്ന് നോക്കിയാൽ, നാളെ സൂര്യൻ കർക്കിടക രാശിയിൽ ബുധനോടൊപ്പം ബുധാദിത്യ യോഗത്തിലായിരിക്കും നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് ബുധാദിത്യ യോഗം നാളെ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന മാറ്റം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ ചന്ദ്രൻ്റെ മാറ്റം തന്നെയായിരിക്കും നാളെ പ്രധാനമായിട്ടുള്ളത്. കാരണം ചന്ദ്രൻ മേടം രാശിയിൽ നിന്ന് മാറി തൻ്റെ സ്വന്തം ഉച്ചക്ഷേത്രമായ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം ജ്യോതിഷത്തിൽ നമുക്കറിയാം, ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം. ചന്ദ്രമാ മനസ്സോ ജാതഃ എന്ന് പറയാറുണ്ട്. അതായത് മനസ്സിൻ്റെ അധിപനായ ചന്ദ്രൻ തൻ്റെ ഏറ്റവും ശക്തമായ ഉച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് പോസിറ്റീവ് ഊർജ്ജം ഇരട്ടിയാകും എന്നാണ്, 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അനാവശ്യ ഭയങ്ങളുണ്ടാകും, അനാവശ്യമായ ടെൻഷനുകളുണ്ടാകും, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. എന്നിവ നാളെയോടുകൂടി മാറുമെന്ന് സാരം. പ്രത്യേകിച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച കൂടിയായതിനാൽ ശുക്രൻ്റെ ആധിപത്യമുള്ള ഇടവം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് വഴി സുനഭായോഗവും പ്രകൃതിയിൽ നാളത്തെ ദിവസം രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇത് നിമിത്തം ഭൂമിയിൽ നാളത്തെ ദിവസം പരസ്പര സ്നേഹം വർദ്ധിക്കും, അന്യദുഃഖത്തിൽ കാരുണ്യമുണ്ടാകും, മനുഷ്യ ഹൃദയത്തിൽ ആർദ്രത വർദ്ധിക്കും. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർഷകർക്കും സ്വർണം വ്യവസായം ചെയ്യുന്ന വ്യാപാരികൾക്കും നാളത്തെ ഗ്രഹവിന്യാസം വലിയ തോതിലുള്ള സാമ്പത്തിക അനുഗ്രഹമായിരിക്കും ഭൂമിയിലേക്ക് ചൊരിയുന്നത്. ഇനി നമുക്ക് ഓരോ രാശിയായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ, നാളെ അശ്വതി ഭരണി കാർത്തിക മേടം രാശിക്ക് ചന്ദ്രൻ നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് മാറുന്നു. അപ്പോൾ സാമ്പത്തികമായി അനുകൂലമായ സാഹചര്യമാണ് നാളത്തെ ദിവസം വന്നു ചേരുന്നത്.
അതായത് മുടങ്ങിക്കിടന്ന പണം കൈകളിലേക്കൊക്കെ തിരികെ ലഭിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട്. തൊഴിലിൽ അംഗീകാരം ഉണ്ടാകും. അതായത് സ്ഥിര നിയമനമല്ലാതെ നിൽക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട സ്ഥിരത വന്നു ചേരുമെന്നതാണ് കർമ്മത്തിൽ വിജയമുണ്ടാകും കർമ്മസ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വസ്ത്രമോ ആഭരണമോ വാങ്ങാൻ അവസരമുണ്ടാകും, അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കാനുള്ള അവസരവും നമുക്കിവിടെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, രണ്ടാം ഭാവം ധനഭാവം മാത്രമല്ല, നമ്മുടെ വാക്ക്, സംസാരം എന്നിവയുടെ കൂടെ ഭാവമാണ്. അപ്പോൾ ഇവിടെ കാർത്തിക അറിയാമല്ലോ, തീ പോലെയുള്ള നക്ഷത്രമാണ്. കഠിന ഊർജ്ജമുണ്ട് കാർത്തികയുടെ നാളത്തെ ദിവസം. കാർത്തിക നക്ഷത്രത്തിൻ്റെ കഠിനമായ ഊർജ്ജ പ്രഭാവം ഭൂമിയിലുള്ളതിനാൽ തന്നെ വാക്കുകൾ കൂരമ്പ് പോലെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് കൂരമ്പായി മാറാൻ സാധ്യതയുള്ളതിനാൽ അത് നിമിത്തം തടസ്സങ്ങൾ വരാതിരിക്കാൻ, വാക്ക് തന്നെ നമുക്ക് വിനയായി മാറാതിരിക്കാൻ, വാക്കിലൊരു സംസാരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വലിയൊരു നേട്ടത്തിന് നിങ്ങളാൽ കഴിയുന്ന ചെറിയ രീതിയിലുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഒരുപാട് ദേഷ്യമൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും ദേഷ്യത്തെ നാളെ നിയന്ത്രിച്ചാൽ വലിയൊരു ഭാഗ്യത്തിലേക്കുള്ള ഒരു കാലെടുത്ത് വയ്പ്പാകും അതെന്ന് മനസ്സിലാക്കുക. ഇനി കാർത്തിക, രോഹിണി, മകേരി, ഇടവം രാശിയുടെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഭാഗ്യശാലി ആരാന്ന് ചോദിച്ചാൽ നാളത്തെ ഭാഗ്യശാലി ഇടവം രാശിയാണ്. കാരണം നിങ്ങളുടെ ചന്ദ്രൻ നിങ്ങളുടെ ഉച്ചരാശിയിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ മാനസികമായ ഉന്മേഷത്തിൻ്റെ കൊടുമുടിയിലായിരിക്കും നാളെ നിങ്ങൾ. നല്ല രീതിയിൽ നാളെ ഊർജ്ജസ്വലതയുണ്ടാകും. രോഹിണി നക്ഷത്രക്കാർക്ക് വിചാരിക്കാത്ത ഭാഗ്യാനുഭവങ്ങൾ, പ്രണയ സാഫല്യം എന്നിവ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ ഇടവം രാശിക്ക് പൂർണ്ണമായിട്ട് പുതിയ ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടാകാനും പൂർണ്ണമായി എനർജറ്റിക്കായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ എനർജിയൊക്കെ നല്ലത് തന്നെ, അമിത ആത്മവിശ്വാസം കാരണം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ അല്പം തലവേദനയോ ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് ദഹിക്കാതെ ദഹനക്കേടോ, ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആഹാര കാര്യത്തിൽ കൃത്യത പാലിക്കുക. മഴക്കാലമാണ്. പുറത്തുനിന്നുള്ള ഫുഡുകൾ കഴിവതും നാളത്തെ ദിവസം ഒന്ന് ഒഴിവാക്കുന്നതും, മഴക്കാലത്ത് പുറത്തുനിന്ന് കൂടുതൽ കഴിക്കാതിരിക്കുക എന്നത് ഉത്തമം. പക്ഷേ സാഹചര്യങ്ങൾ വന്നാൽ കഴിച്ചേ മതിയാകൂ. അപ്പോൾ ആ ഒരു വൃത്തി ഒന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. മകയിരം, തിരുവാതിര, പുണർതം, മിഥുനം രാശി. ചന്ദ്രൻ നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് നിലയുറപ്പിക്കുന്നത്. അപ്പോൾ 12ാം ഭാവം എന്നാൽ എന്താ അറിയാമോ? വ്യയഭാവം, അഥവാ അധിക ചിലവുകൾ, നമ്മളെല്ലാം ഭയക്കുന്ന ഭാവം, ചിലവുകൾ. അപ്പോൾ വിദേശത്ത് നിന്ന് വാർത്തകളൊക്കെ വരാനും അധിക ചിലവുകൾ ഉണ്ടാകാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നാളത്തെ ദിവസം അനുകൂലമായിട്ടുള്ളൂ. പക്ഷേ ചിലവ് 10 രൂപ കൊടുക്കേണ്ടടുത്ത് ചിലപ്പോൾ 12 രൂപ കൊടുക്കേണ്ടതായ, അധികമായി അല്പം കയ്യിൽ നിന്ന് ധനം ചിലവാക്കേണ്ടതായ ഒരവസ്ഥ വന്നു ചേരും. അപ്പോൾ നാളെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു ശ്രദ്ധ പുലർത്തുക. ജാമ്യം നിൽക്കാനൊന്നും പോകരുത്. അനാവശ്യ യാത്രകളാണെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുന്നത് ഉത്തമമാണ്. കാരണം അതുവഴി ചിലപ്പോൾ പണനഷ്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് രാത്രി വൈകിയുള്ള ഒരു യാത്രയ്ക്കും നാളെ നിങ്ങൾ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇനി അടുത്തത് പുണർതം, പൂയ, ആയില്യം, കർക്കിടകൻ രാശി. നിങ്ങളുടെ രാശിയാധിപനായ ചന്ദ്രൻ 11ാം ഭാവമായ ലാഭഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊഴിൽ രംഗത്ത് പുരോഗതിയാണ് കാണുന്നത്. ശമ്പള വർധനവ്, പ്രമോഷനൊക്കെ സാധ്യതയും കാണുന്നുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. മൊത്തത്തിൽ നോക്കി പറഞ്ഞാൽ വലിയൊരു ലാഭത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഒരു പൊടിക്ക് അഹങ്കാരമോ അല്ലെങ്കിൽ കുറച്ച് ഒരു ജാടയോ ഒക്കെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതെ നോക്കുക. മൂത്ത സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കൈകാര്യം ചെയ്യുമ്പോൾ, അതായത് 10 രൂപ കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ജാട കാണിക്കുക, അല്ലെങ്കിൽ അതിൻ്റേതായ ചില ഒരു ഗ്രഹങ്ങൾ ചില വിന്യാസം നമ്മളിലേക്ക് എത്തിക്കുക. നമ്മൾ തന്നെ വിചാരിക്കും നമ്മളാണോ ചെയ്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ കഴിവതും നാളെ അതൊന്ന് ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കർമ്മഭാവമായ 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ മറുപടിയൊക്കെ ലഭിക്കാൻ ഭാഗ്യം നാളെ കാണുന്നുണ്ട്. പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ മാറി അനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള ഭാഗ്യം നാളെ ഉണ്ട്. ഇനി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ചില പ്രശംസകൾ, അംഗീകാരങ്ങളൊക്കെ തേടി വരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് നാളെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ചില അസൂയാലുക്കൾ, ജോലിയിൽ നിങ്ങളുടെ കൊളീഗ്സായിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് ചില അസൂയ വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക. മേലധികാരിയായിട്ട് സംസാരിക്കുമ്പോൾ ബഹുമാനം നിലനിർത്തി സംസാരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.
ഉത്രം, അത്തം, ചിത്തിര കന്നി രാശി. 9ാം ഭാവമായ ഭാഗ്യഭാവത്തിലാണ് നിങ്ങൾക്ക് ചന്ദ്രൻ. ഭാഗ്യദേവത നിങ്ങളുടെ കൂടെയുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ തീർത്ഥാടന യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നെങ്കിൽ നാളെ വളരെ ഗുണം ചെയ്യും. കാരണം പ്രാർത്ഥന വേഗത്തിൽ ഫലിക്കും എന്നതാണ് ഇവിടെ പറയാനുള്ളത്. തടസ്സപ്പെട്ട് കിടന്ന വിവാഹ കാര്യങ്ങളിലൊക്കെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാൻ നാളത്തെ ദിവസം നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞ് ലോട്ടറിയോ ചൂതാട്ടത്തിലോ ഒന്നും പണം നിക്ഷേപിക്കുന്നത് നാളെ അത്ര ഗുണകരമല്ല. നാളെ ലോട്ടറി ഭാഗ്യമുണ്ടെന്ന് കരുതി ലോട്ടറി എടുത്തേക്കാം എന്നൊന്നും കരുതേണ്ട. അതിൽ നിന്ന് വലിയൊരു സമ്പത്ത് വരുമെന്ന് നാളെ അത്ര ഭാഗ്യമായിട്ടത് കാണുന്നില്ല. അതേപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ എപ്പോഴും നാളത്തെ ദിവസം അല്പം ഒന്ന് സൂക്ഷിക്കുന്ന ഉത്തമമായിരിക്കും. അതേപോലെ ഗുരുതുല്യരായ ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും നാളത്തെ ദിവസം ചെയ്യാതിരിക്കാനും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശി. ചന്ദ്രൻ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്, അതായത് അഷ്ടമചന്ദ്രനാണ്. അതായത് നിങ്ങൾക്ക് ഇൻഷുറൻസ് തുകയോ പഴയ കടങ്ങളോ തിരികെ ലഭിക്കാൻ ചോതി നക്ഷത്രക്കാർക്ക് സാധ്യതയുള്ളതായൊരു ദിവസമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നാളെ അനുകൂലമായൊരു ദിവസമാണ്. നാളെ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ധനമൊക്കെ കയ്യിലേക്ക് വരാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ചില ഇൻട്രസ്റ്റുകളൊക്കെ കയ്യിലേക്ക് വരാനൊക്കെയുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അഷ്ടമചന്ദ്രനാണ്. അതിനാൽ തന്നെ നാളെ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിവസം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ അപരിചിതരുമായിട്ട് തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. ചിലപ്പോൾ അപരിചിതരുമായി പണമിടപാടുകൾ നടത്തുന്ന വഴി തർക്കങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് കാര്യങ്ങളിൽ പറഞ്ഞ് തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ പനിയോ തലവേദനയോ ഉണ്ടെങ്കിൽ തന്നെ മരുന്ന് കൃത്യമായി കഴിക്കുക, ഡോക്ടറെയൊക്കെ സമീപിക്കുക. ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വിശാഖ, അനിഴം, തൃക്കേട്ട വൃശ്ചികം രാശിയാണെങ്കിൽ ചന്ദ്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അത് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ വലിയൊരു ലാഭം നേടേണ്ട അവസ്ഥയാണ് കാണിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന ദിവസമാണ്. പങ്കാളിയിൽ നിന്ന് ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ, പ്രണയിക്കുന്നവരാണെങ്കിൽ പ്രണയ പങ്കാളിയിൽ നിന്ന്, വിവാഹിതരായിരുന്നെങ്കിൽ ദമ്പതികൾക്കിടയിൽ സമ്മാനാദി ഗുണങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ ബിസിനസ് പാർട്ട്ണറെയൊക്കെ പുതുതായിട്ട് പാർട്ട്ണറെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നല്ലൊരാളെ കണ്ടെത്താനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. പുറത്തു നിന്നുള്ള ചില വ്യക്തികളുടെ ഇടപാടുകൾ നിമിത്തം അല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും അവസരം അതിനൊഴുകി കൊടുക്കരുത്. വേറൊരാളുടെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ മറ്റൊരാളുടെ അഭിപ്രായം കേൾക്കരുത് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ചില സമയങ്ങളിൽ ആവശ്യമുള്ളിടത്ത് മാത്രം അഭിപ്രായം കേൾക്കാൻ നിൽക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മറ്റൊരാളുടെ കൈകടത്തൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ നാളത്തെ ദിവസം എന്തെങ്കിലും പണ ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായ അതിൻ്റെ രേഖകൾ നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂലം, പൂരാടം, ഉത്രാടം ധനുരാശി. ചന്ദ്രൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നപ്പോൾ ശത്രുക്കളുടെ മേൽ വിജയം നേടേണ്ടതായ ദിവസമാണ് നാളെ. കടബാധ്യത നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്നല്ല, ചില വഴികൾ നാളത്തെ ദിവസം തെളിഞ്ഞു വരും. കോടതി വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ കേസുകളിൽ എന്തെങ്കിലും പെട്ടുകിടക്കുന്നവരാണെങ്കിൽ അനുകൂലമായ ചില സൂചനകളൊക്കെ ലഭിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6ാം ഭാവം, അതായത് ശാരീരികമായി കുറച്ച് വ്യതകളെ കൂടി സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ. അപ്പോൾ രോഗങ്ങളാൽ വലയുന്ന ആളുകളുണ്ടാകും. മരുന്നൊന്നും കഴിക്കത്തില്ല. രോഗത്തിൽ നിന്ന് തൽക്കാലം ഒരു മുക്തി കിട്ടിയാലും മരുന്ന് അങ്ങ് ചിലപ്പോൾ നിർത്തും. ഡോക്ടർ ഇത്ര കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും സ്വയചികിത്സ നടത്തുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നാളത്തെ ദിവസം വലയ്ക്കും. അതായത് മരുന്ന് കഴിക്കുക, നമ്മൾ സ്വയചികിത്സയ്ക്ക് വേണ്ട. ഡോക്ടർ നിർത്താൻ പറയുന്ന സമയത്ത് മാത്രം മരുന്ന് നിർത്തിയാൽ മതി. അനാവശ്യമായിട്ട് മനസ്സ് ഒരുപാട് ചിന്തിച്ച് മനസ്സിനെ ഇട്ട് കുഴപ്പിക്കാതിരിക്കാനായിട്ട് നാളത്തെ ദിവസം ഒന്ന് ഒഴിവാക്കുക. അതേപോലെ അമിതമായ കൊഴുപ്പുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും നാളത്തെ ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിയുടെ കാര്യം പറഞ്ഞാൽ 5ാം ഭാവമായ പുത്ര ബുദ്ധിഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിമിത്തം മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ വരും. കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരം ഉണ്ടാകും. ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും എന്നത്, അല്ലെങ്കിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ട് മുന്നേറ്റത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നതാണ് നാളത്തെ ദിവസം ഏറ്റവും വലിയ ഭാഗ്യമായി പറയാനുള്ളത്. പ്രണയകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനാവശ്യ ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സംശയങ്ങൾ വഴി ചെറിയ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു പിണക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അതൊന്ന് സൂക്ഷിക്കുക. അനാവശ്യ തർക്കങ്ങളിലേക്ക് പോകാതിരിക്കുക. അതൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നാളത്തെ ദിവസം ഉത്തമമായിരിക്കും.
അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിക്കാർക്ക് വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ചില പ്രാരംഭ നടപടികൾ നടത്താൻ നാളത്തെ ദിവസം സാധിക്കുന്നതാണ്. ഒരു ഒത്തുകൂടലിന് സാധിക്കുന്ന ദിവസമാണ്. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷം ദേഷ്യങ്ങളൊക്കെ മാറ്റിവെച്ചൊരു ഒത്തുകൂടലിന് ഭാഗ്യമൊരുങ്ങുന്ന ദിവസമാണ്. നഷ്ടപ്പെട്ടു പോയ സമാധാനം പൂർണ്ണമായിട്ട് കൈകളിൽ വന്നു ചേരുന്ന ദിവസമാണ്. പക്ഷേ ഒരു അലസത ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ചെയ്യേണ്ട ജോലികൾ നാളെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് കഠിനാധ്വാനം കൊണ്ട് വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും. ഔദ്യോഗിക മേഖലയുമായി ബന്ധപ്പെട്ട യാത്രകൾ ചെയ്യുന്നെങ്കിൽ ഗുണമുണ്ടാകാനും സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും പുതിയ മനസ്സിലുള്ള ചില ആശയങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെടുത്തിയൊക്കെ നോക്കുമ്പോൾ നടപ്പിലാക്കിയെടുക്കാനും നാളെ സാധിക്കും. അപ്പോൾ ഇവിടെ 3-ാം ഭാവത്തിൽ ചന്ദ്രൻ ധൈര്യം, ആത്മവിശ്വാസം ഇതൊക്കെ തരും. അത് ശരിയാണ്, നല്ലതാണ്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം കാരണം പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്ക് എടുത്ത് ചാടാതിരിക്കാൻ നാളത്തെ ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് നാളത്തെ ദിവസത്തിൻ്റെ അതീവ പ്രാധാന്യമുള്ള ഗ്രഹനിലയും 12 രാശിക്കാരുടെയും നക്ഷത്രങ്ങളുടെയും സൂക്ഷ്മമായ നാളത്തെ ദിവസത്തെ ഫലമാണ്. അപ്പോൾ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിൽ ചന്ദ്രൻ്റെ സ്വന്തം നക്ഷത്രമായ രോഹിണിയിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ മനസ്സമാധാനത്തിനും അതേപോലെ സാമ്പത്തിക ഉന്നതിക്കും ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് നാളെ. ഇടവം രാശിയിൽ ചന്ദ്രൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ പ്രപഞ്ചത്തിൽ തന്നെ ഒരു പോസിറ്റീവ് ഊർജ്ജം നാളെ കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ജ്യോതിഷം മുന്നേയുള്ള ഒരു വഴികാട്ടിയായിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ ഗ്രഹങ്ങളുടെ അനുകൂല ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായി പ്രതിഫലിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടത്? നല്ലതേ നടക്കൂ എന്നുള്ള ശുഭചിന്ത വേണം. അതുമാത്രം മതിയോ? പോരാ, കഠിനമായ അധ്വാനവും വേണം. ദോഷകരമായ സമയമുള്ള രാശിക്കാർ അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സങ്ങ് പ്രയാസത്തിലേക്ക് പോയാൽ വീണ്ടും നെഗറ്റീവിലായി നമ്മൾ നിറഞ്ഞു പോകും. അപ്പോൾ നെഗറ്റീവല്ല, എപ്പോഴും നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നല്ലതേ വരൂ എന്ന പോസിറ്റീവ് ചിന്ത ഒഴിവാക്കാതെ അതിനെ മനസ്സിൽ സൂക്ഷിക്കാൻ ശ്രമിക്കും. ഓരോ ആളുകളും പ്രയാസം വരുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങളെ അങ്ങ് മാറ്റിവെച്ച് അത് സംഭവിക്കൂ എന്ന് പലതിനെയും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായി മാറും എന്ന് എപ്പോഴും ഞാൻ അധ്യായങ്ങളിൽ പറയാറുണ്ട്. അതാണ് പ്രപഞ്ചത്തിൽ പല ബുക്കുകൾ നിങ്ങൾ വായിക്കുമ്പോഴും ജ്യോതിഷപരമായ ഗ്രന്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചോ അത് നെഗറ്റീവായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ബൂമറാങ് പോലെ തന്നെ വന്നു ചേരും. നമ്മളുടെ ചിന്ത തന്നെ നമ്മളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്ക് കാരണമാകും എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നാളെ ദേവീക്ഷേത്ര ദർശനം നടത്താൻ ഉത്തമമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വെള്ളി, ചൊവ്വ ദിവസങ്ങളൊക്കെ ദേവീപ്രീതികരമായ കാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതാണ്. അപ്പോൾ നാളെ അതേപോലെ ദേവീക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. എപ്പോഴത്തെയും പോലെ മനസ്സ് നിറഞ്ഞ് ഭഗവതി അമ്മ മഹാമായിയെ വിളിക്കുക, മന്ത്രജപങ്ങൾ നടത്തുക. അതിനപ്പുറം ഒരു പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാനായിട്ടൊരു മരുന്നേ ഇല്ല. പ്രാർത്ഥനകൾ, കഠിനമായ അധ്വാനം. പ്രാർത്ഥനയും അധ്വാനവും ഒരേപോലെ ഉണ്ടെങ്കിൽ വിജയം തീർച്ചയായും നമുക്ക് വന്നു ചേരും. അപ്പോൾ ശുഭചിന്തകൾ ശുഭകരമായ ഭാവിയെ നിർമ്മിക്കുന്നതിന് സഹായിക്കുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഒരു വലിയ സത്യമാണത്. അത് ഓർത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും വിജയവും കൊണ്ടുവരട്ടെ. ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.